ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ വുമൺസ് ഡയറി. എല്ലാവരും സേഫായും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാനിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഒരു മിന്ത്ര കുർത്തി ഹോൾ വീഡിയോ ആണ്. അതും എല്ലാം പ്യുവർ കോട്ടൺ കുർത്തീസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. ഈ ഒരു കടുത്ത സമ്മറിൽ എല്ലാവരും കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കോട്ടൺ ഡ്രസ്സുകളോടാണ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇപ്രാവശ്യം കോട്ടൺ കുർത്തീസ് പരിചയപ്പെടുത്താമെന്ന്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാണ്ട് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുർത്തീസ് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന കുർത്തി ഉണ്ടല്ലോ, ലാവൻഡർ കളറിൽ ഫുൾ ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പ്യുവർ കോട്ടൺ കുർത്തിയാട്ടോ. ഇട്ടിട്ട് കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കുർത്തിയാണ് ഇത്. ഈ ഒരു കളറൊക്കെ ഭയങ്കര സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കളേഴ്സാണ്. ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ കുർത്തീസും സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കളേഴ്സും ആണ്, മെറ്റീരിയലും ആണ്. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എല്ലാം പ്യുവർ കോട്ടൺ കുർത്തീസ് ആണെന്ന്. ഈ ഒരു കുർത്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിത് എടുത്തിരിക്കുന്നത് സ്മോൾ സൈസ് ആണ്. പിന്നെ ഇതിൻ്റെ നെക്ക് പോർഷൻ മുതൽ ചെസ്റ്റ് പോർഷൻ വരെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു കോളർ നെക്കോട് കൂടിയിട്ടുള്ളൊരു കുർത്തിയാട്ടോ ഇത്. ഇതിൻ്റെ സ്ലീവ് പോർഷനിലും അതുപോലെ തന്നെ ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. 3/4 സ്ലീവ് ആണ്. നല്ല ലെങ്തി ആയിട്ടുള്ളൊരു കുർത്തി തന്നെയാട്ടോ ഇത്. കുർത്തീസിൻ്റെയൊക്കെ റേറ്റ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യാം കേട്ടോ. ഇങ്ങനെയുള്ള കുർത്തീസ് സമ്മറിൽ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് ലെഗിൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് പ്ലാസോ ടൈപ്പോ അതല്ലെങ്കിൽ പാരലൽ പാൻറ്റോ അതും അല്ലെങ്കിൽ സിഗരറ്റ് പാൻറ്റൊക്കെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ചുകൂടെ ഒരു ചിക്ക് ലുക്കിന് വേണ്ടിയിട്ട് ജീൻസ് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇത് ജീൻസിൻ്റെ കൂടെയും ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന കുർത്തി രാമ ഗ്രീൻ കളർ എന്നൊക്കെ പറയുന്ന ഒരു കളറാട്ടോ ഇത്. ഫുൾ ബാന്തിനി പ്രിൻ്റാണ് ഈ ഒരു കുർത്തിയിൽ ഓവറോൾ പോയിരിക്കുന്നത്. റൗണ്ട് നെക്കോട് കൂടിയിട്ട് ചെസ്റ്റ് പോർഷനിൽ ഗോട്ടപ്പട്ടി ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് ത്രെഡ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതും കൂടാണ്ട് 3 ഷോ ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺസ് ഒന്നും തന്നെ ഓപ്പണബിൾ ബട്ടൺ അല്ല കേട്ടോ, ചുമ്മാ ഭംഗിക്ക് വേണ്ടി കൊടുത്തു വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു കുർത്തി ഞാൻ എടുത്തിരിക്കുന്ന സൈസ് സ്മോൾ ആണ്. ഇതിൻ്റെ എക്സ്ട്രാ സ്മോൾ ടു XXL സൈസ് വരെയും കാട്ടും മിന്ത്രയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു കളറ് മാത്രമല്ല, ഇതിൻ്റെ പല കളറും മിന്ത്രയിൽ അവൈലബിൾ ആണ്. പോയിന്ന് ചെക്ക് ചെയ്യേണ്ട താമസമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്, മെറൂൺ ഉണ്ട്, ഗ്രേ കളർ കണ്ടിട്ടുണ്ട്, പേർപ്പിൾ കളർ, അങ്ങനെ പല കളറും ഇതിൻ്റെ അവൈലബിൾ ആണ്. ഇട്ടിട്ടും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതും പ്യുവർ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. ഈ ഒരു കുർത്തീൻ്റെ ലെങ്ത് ഏകദേശം 47 ഇഞ്ചസിന് മേലെ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഹൈറ്റ് 5.2 ആണ്. എനിക്ക് നല്ല ലെങ്ത് ആയിട്ടാണ് ഈ ഒരു കുർത്തി നിൽക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്ന കുർത്തി ഉണ്ടല്ലോ, ഫുൾ ജയ്പൂരി പ്രിൻ്റോട് കൂടിയിട്ടുള്ളൊരു കുർത്തി കേട്ടോ. അതിന് വി നെക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നെക്ക് പോർഷനിലും ലേസ് വർക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. സ്ലീവ് എന്ന് പറയുന്നത് ഏകദേശം ഫുൾ സ്ലീവ് പോലെ തന്നെയാണ്. സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിലും 3 ലെയറായിട്ട് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ബെൽ സ്ലീവ് പോലെയാണ് ഇതിൻ്റെ എൻഡിലേക്ക് വരുമ്പം. പിന്നെ നിങ്ങൾക്ക് ടൈറ്റായിട്ട് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിതൊന്ന് ടൈറ്റാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് കുറച്ച് ലൂസാണ് എനിക്ക്. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് സ്മോൾ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഈ ദാമൻ പോർഷനിലും ഇതുപോലെ ലേസ് വർക്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇട്ടിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് ഇതും പ്യുവർ കോട്ടണിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഈ ഒരു കുർത്തിയുടെ നെക്ക് ഉണ്ടല്ലോ, വി നെക്കോട് കൂടിയിട്ട് കോളർ പോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. മോൾ ഭാഗം കോളർ പോലെയാണ്. ആ ഫുള്ളായിട്ട് റൗണ്ടായിട്ട് ലേസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു കുർത്തിയാട്ടോ ഇത്.
ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മൾ കാണാൻ പോകുന്ന കുർത്തി ഒരു പിങ്ക് കളറോട് കൂടിയിട്ടുള്ളൊരു കുർത്തി കേട്ടോ. ഫുള്ളായിട്ട് ഫോർഡർ പ്രിൻ്റ് ആണ് ഇതിന് പോയിരിക്കുന്നത്. 3/4 സ്ലീവ് ആണ്. നെക്ക് പോർഷൻ റൗണ്ട് നെക്ക്, പിന്നെ അത് കൂടാണ്ട് ചെറിയൊരു പാച്ചും കൂടെ ഫ്രണ്ട് പോർഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാച്ചിൽ മിറർ വർക്കും ഗോട്ടപ്പട്ടായി ലേസ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത്. റിയൽ മിറേഴ്സ് ഒന്നുമല്ല, പ്ലാസ്റ്റിക് മിറേഴ്സ് ആണ്. ആ മിറേഴ്സിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ടൊരു ത്രെഡ് എംബ്രോയിഡറി ഒക്കെ പോയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇട്ടിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കുർത്തിയാട്ടോ ഇത്. ഇതിൻ്റെ ലെങ്ത് ഏകദേശം 47 ഇഞ്ചസോളം വരുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് സ്മോൾ ആണ്. സ്മോൾ ആയിട്ടും കൂടെ എനിക്ക് ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ ബാക്ക് സൈഡിലും ടക്കൊക്കെ ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ കോട്ടൺ കുർത്തീസൊക്കെ എടുക്കില്ലേ, ആ ഒരു സമയത്ത് എപ്പോഴും ഒരു സൈസ് അപ്പ് എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. എനിക്ക് പൊതുവേ എക്സ്ട്രാ സ്മോൾ സൈസ് കുർത്തി മതി. അപ്പോൾ ഞാൻ എപ്പോഴും എടുക്കുന്നത് സ്മോൾ സൈസ് കുർത്തീസാണ്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്യും, പുറകിലൊരു ടക്കൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പൊതുവേ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അലക്കി കഴിയുമ്പോൾ ചുരുങ്ങിയാലും പ്രശ്നമില്ല, കെട്ടൊന്ന് അഴിച്ചു വിട്ടാൽ മതി. അതല്ലെങ്കിൽ എക്സ്ട്രാ സ്മോൾ എടുത്ത് കറക്റ്റ് സൈസ് എടുത്ത് നമ്മൾ ചെയ്യുമ്പം ചുരുങ്ങിപ്പോയാലും പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരു സൈസ് അപ്പ് എടുത്താൽ മതി എന്ന് ഞാൻ പറയുന്നത്. പിന്നെ ഒരാളുടെ കംഫർട്ടിനനുസരിച്ചിട്ട് സൈസൊക്കെ ചൂസ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ അത് മാത്രമല്ല, ചില കമ്പനിയുടെ സൈസിലൊക്കെ വ്യത്യാസം വരും. ഞാൻ ഇന്ന് കാണിച്ചിരിക്കുന്ന എല്ലാ കുർത്തീസും തന്നെ സ്ട്രേറ്റ് കട്ട് കുർത്തീസാണ്. അതുകൊണ്ട് തന്നെ ഏത് ബോഡി ടൈപ്പിനും ഇങ്ങനെയുള്ള കുർത്തീസ് സൂട്ട് ആവുന്നുള്ളതാണ്. കുർത്തി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു അറ്റയർ ആണല്ലേ. അതിന് പ്രത്യേകിച്ച് ഒക്കേഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ എങ്ങനെ അതിനെ സ്റ്റൈൽ ചെയ്യുന്നു, എങ്ങനെ നമ്മളതിനെ ക്യാരി ചെയ്യുന്നതിലാണ് കാര്യമുള്ളത് അല്ലേ. നമുക്കത് ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും അതുപോലെ തന്നെ പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, ഞാൻ കൂടുതലും കോട്ടൺ ഡ്രസ്സസ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതും കോട്ടൺ കുർത്തീസ് ആകുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു എൻ്റെ പ്രിഫറൻസ് ലെവൽ കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും കുർത്തിയുടെ കൂടെ ലെഗിൻസ് പെയർ ചെയ്യാറ് വളരെ റെയറായിട്ട് മാത്രമാണ്. എനിക്കെന്തോ ലെഗിൻസിനോട് അത്ര വലിയൊരു താല്പര്യം ഇല്ല എന്ന് വേണേൽ പറയാം. എന്ന് വെച്ചാൽ എനിക്കത് ഭയങ്കര ടൈറ്റായിട്ട് ഫീൽ ആവുന്നത് കൊണ്ട് ഞാൻ അത്ര പ്രിഫർ ചെയ്യാറില്ല. കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഒന്നുകിൽ ജീൻസ് പാൻ്റ് ആയിരിക്കും, അതുമല്ലെങ്കിൽ പ്ലാസോ, പാരൽ പാൻറ്, സിഗരറ്റ് പാൻറ്, അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഓരോരാളുടെ കംഫർട്ടിനനുസരിച്ചിട്ടാണ് അവരുടെ ഡ്രസ്സ് അവർ ചൂസ് ചെയ്യുന്നത്. ഓരോരാളുടെ കംഫർട്ടിനും സ്റ്റൈലിനും അനുസരിച്ചിട്ട് നന്നായിട്ട് തന്നെ ഡ്രസ്സിങ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ.